നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള വി സതീശന്റെ VIP സന്ദർശനത്തെ തുടർന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ക്യൂവിൽ മണിക്കൂറുകൾ നിന്ന് നരകിച്ചത് എല്ലാവരും കണ്ടതാണ്. ആ നരകിച്ച അവസ്ഥയിൽ ഈ ഭക്തർ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ നാട്ടിലെ പൊതുജനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ മാത്രം ക്യൂ നിന്നാ പോരല്ലോ, എല്ലായിടങ്ങളിലും VIP സംസ്കാരം അവസാനിക്കണ്ടേ? കാര്യം ഈ പാവപ്പെട്ട മനുഷ്യർ പ്രിവിലേജ് ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോ മേനോൻ മുഖ്യമന്ത്രി ആയതിനു ശേഷവും പിന്നെ മേനോൻ കൂടി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ VIP സംസ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ച് നടപ്പാക്കുന്നത് എവിടെയാണ്? ക്ഷേത്രങ്ങൾക്കകത്താണ്. ആ ക്ഷേത്രങ്ങൾക്കകത്ത് പുലർച്ചെ പലയിടങ്ങളിൽ നിന്നും എത്തിയവരാണ്. അവർ ഉറക്കളച്ച് നേരം പുലരുന്നതിന് മുന്നോടിയായിട്ട് ദർശനത്തിനെത്തുന്നു. 8 മണിക്കൂർ വരെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് VIP ദർശനത്തിന് പോകുമ്പോൾ ഇത്രയും മനുഷ്യരെ ആസാക്കിയതിനു ശേഷം ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഇന്നലകളിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന നിങ്ങൾ ആ ഒരു പ്രതികരണം കേട്ടതിന് ശേഷം ഇങ്ങനെയാണോ അവിടെ പ്രവർത്തിച്ചത്, എന്തായിരുന്നു അവിടുത്തെ കോലാഹലമെന്ന് ആലോചിക്കുന്നിടത്ത് പച്ചക്കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാൻ വന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല, ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാം അവിടെ നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊടുത്തതിന്റെ താഴത്തെ കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു നോക്കി. മണിക്കൂറുകൾ ക്യൂ നിന്നതിന്റെ ദുരവസ്ഥ. കാര്യം ദൈവത്തിന് എന്താണ് VIP? സതീശൻ ഗുരുവായൂരപ്പന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, മറ്റാരെങ്കിലും ആണെങ്കിലും ശരി, ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പൗരൻ എന്താണോ, കാര്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പദവികളാണല്ലോ ഈ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ. കഴിഞ്ഞ 10 വർഷം ഒരു ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു ഉദാഹരണം പോലും പറയാനുണ്ടാകില്ല. അവിടങ്ങളിൽ ഉത്സവത്തിന് എന്തെങ്കിലും സംഭവത്തിൽ അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെല്ലും എന്നതിനപ്പുറം കൂടെ 1-ാം തീയതി അല്ലെങ്കിൽ എനിക്ക് ദർശനം നടത്താൻ തോന്നുമ്പോൾ ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ അതിനകത്ത് പോയി അങ്ങ് ആസ്വദിച്ച് മണിക്കൂറുകൾ സതീശൻ അങ്ങ് തൊഴുകയാണ്. കാര്യം ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. മേനോൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രാജാവ് പോലെ തന്നെയാണ്. അതിനകത്ത് പോയി ഇദ്ദേഹത്തിന്റെ തുലാഭാരം വരെ നടത്തി. പലരും മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നവരുണ്ട്, അവർക്ക് പല പൂജകൾക്കും ടൈം എടുത്തവരുണ്ട്. എന്തിനേറെ പറയുന്നു, അവിടെ എത്തി അവസാനം ദർശനം പോലും നടത്താതെ മടങ്ങിപ്പോയവരുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ കത്തിച്ച് കയറ്റി വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് അവിടെ തിരക്ക് വർദ്ധിച്ചതിനാൽ മാളികപ്പുറത്തുനിന്ന് ദർശനം കിട്ടാതെ പോയവർ എന്നൊക്കെ മാധ്യമങ്ങൾ വലിയ ആവേശത്തോടു കൂടി വാർത്തയടിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഇത്രയും മണിക്കൂറുകൾ, കാര്യം ഞാൻ വലിയ ആഡംബരമൊന്നും കാണിക്കില്ല, പൊതുജനങ്ങളെ വഴിയിൽ തടയില്ല എന്ന് പറഞ്ഞ വ്യക്തി ക്ഷേത്രങ്ങളിൽ 8 മണിക്കൂറോളം അവിടെ തൊഴാൻ വന്ന മനുഷ്യരെ ബന്ദികളാക്കി നിർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വിശാലമായ തൊഴുവൽ പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് മടങ്ങിപ്പോയതിനു ശേഷമാണ് അവർക്ക് തൊഴാൻ പറ്റിയത്. ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ട്രെയിനുകളിലും വാഹനവും പിടിച്ച് വന്നവർ, ഉറങ്ങാത്തവർ, അങ്ങനെ കഷ്ടപ്പെട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ അദ്ദേഹം
അദ്ദേഹം ഇങ്ങ് വിലസി വരുന്നു, ഞാൻ മുഖ്യമന്ത്രിയാണ്, VVIP ആണ് എന്ന നിലയ്ക്ക് ആ ക്ഷേത്രത്തിനകത്ത് ഇത്രയും മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ മണിക്കൂറുകൾ ക്യൂ നിന്ന് അവരുടെ ദർശനമെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിനെ പൊതുജനങ്ങളെ വഴി തടഞ്ഞതിന് തുല്യമല്ലേ? ഈ റോഡിൽ വാഹനങ്ങൾ തടയുന്നത് മാത്രമാണോ നമ്മുടെ നാട്ടിൽ നിയമലംഘനം? അല്ലല്ലോ. ആരാധനാലയങ്ങളിലാണെങ്കിലും ശരി, VIP വരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഈ VVIPകൾക്ക് അല്ലെങ്കിൽ സതീശനെ പോലുള്ളവർക്ക് ഈ കറങ്ങി നടക്കാനും ഇത്തരം പ്രിവിലേജുകളിലൂടെ അന്തഃപുരങ്ങളിലെല്ലാം താമസിക്കാൻ പറ്റുന്നത് ആ മനുഷ്യരുടെ നികുതി കൂടി വാങ്ങിക്കൊണ്ടാണ്. ആ നികുതി വാങ്ങിയവർ വഴിയിലും സതീശന്റെ VIP സന്ദർശനം കഴിഞ്ഞതിന് ശേഷം അവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ 4 പേരുമായിട്ടാണ് പോയത്. ഈ പറയുന്നതെല്ലാം കള്ളക്കഥയാണെന്ന് പറയുമ്പോൾ ആ ക്യൂവിൽ നിന്ന മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ ഇത് പറയാൻ കഴിയുമോ? അവരുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടുള്ള കാര്യമാണോ? അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ദർശനം എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്താണല്ലോ ഞാൻ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്നത്. കാറിന്റെ അകമ്പടിയിൽ പോകുമ്പോൾ റോഡിൽ ബുദ്ധിമുട്ടുന്നത് മാത്രമല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട്. ഇതുപോലെ ആരാധനാലയങ്ങളിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം സ്വന്തം കാര്യം കണ്ടിട്ട് പോകുന്ന മുഖ്യമന്ത്രി 7-8 മണിക്കൂർ മനുഷ്യരെ ക്യൂവിൽ നിർത്തി നരകിപ്പിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്ന് പറയുമ്പോൾ ഇവർ ആരുടെ പക്ഷത്താണ്? ഇവർ എങ്ങനെയാണ് സെലക്റ്റീവായിട്ട് ചില വാർത്തകൾ നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ വീണ്ടും വീണ്ടും ആലോചിക്കാനുള്ള ഉദാഹരണമാണ് ഈ ഒരു സംഭവമെന്ന് പറയേണ്ടി വരികയാണ്.